ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് പരസ്പരം ഓർക്കുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ദൈവകരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ പക്കലേക്ക് ഈ സ്വരത്തിലൂടെ എത്തുമ്പോൾ ആഗ്രഹത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം. സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥനാപൂർവം തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങൾ, സമൂഹാംഗങ്ങൾ, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ജീവിത മേഖലകളെല്ലാം ദൈവത്തിൻ്റെ കരുണയിലായിരിക്കുവാൻ, തിരുഹൃദയത്തിൻ്റെ ചെപ്പിനുള്ളിൽ തള്ളക്കോഴി ചിറകിന് കീഴിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഒരാപത്തും കൂടാതെ സംരക്ഷിക്കുവാൻ, വിശ്വാസം അകന്നു മാറാതെ വിശ്വാസത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള കൃപ, ആ കരുണയുടെ നിറവ് ഈ കരുണയുടെ തിരുനാളിൽ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ നമുക്ക് ഓർക്കാം. ദൈവകരുണയുടെ നൊവേനയ്ക്ക് ചൊല്ലി പ്രാർത്ഥനാപൂർവ്വം ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും ലോകം മുഴുവനിലേക്കും നാനാജാതി മതസ്ഥരിലേക്കും നമ്മുടെ സ്നേഹത്തോടു കൂടി നമ്മുടെ മാർപ്പാപ്പയൊക്കെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കാം. സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സകല വിശുദ്ധന്മാരും വിശകലം കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് 1 ദിനവൃത്താന്തം 4:10 നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന സന്തോഷം നിറഞ്ഞ ഈ ഒരു വചനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറയുവാൻ, നമ്മൾ ചെയ്യുന്ന ജോലി മേഖലകളിലും സമൂഹത്തിലും സഭയിലും നമ്മുടെ എല്ലാവരുടെ ജീവിത മേഖലകളിലൊക്കെ അഭിഷേകം വ്യാപരിക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിലെ ഈ വചനം നമ്മൾ എല്ലാവരെയും പൊതിയട്ടെ, ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ കരുണ കൊണ്ട് നമ്മളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് ആ കാരുണ്യത്തിൻ്റെ നിറവിൽ ചേർന്ന് നിൽക്കാൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.